എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോട്ടിംഗ്ഹാമിലേക്ക് പോകുന്ന വഴി സ്റ്റോൺഹെഞ്ച് കണ്ടിട്ടാണ് പോകുന്നത്. സ്റ്റോൺഹെഞ്ചിൻ്റെ പടം സാധാരണ വിൻഡോസിൻ്റെ എല്ലാം ഡെസ്ക്ടോപ്പിൽ കണ്ടിട്ടുണ്ടാവും പലരും. ആ സ്ഥലം കാണുവാനാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഞങ്ങൾ നടന്നു പോകുന്നത് സ്റ്റോൺഹെഞ്ചിലേക്ക് പോകുന്ന വഴി ഒരു ശിലായുഗത്തിൽ നിർമ്മിച്ച ഒരു ശവകുടീരമുണ്ട്. അത് കാണാനാണ് ഞങ്ങൾ ഈ പോകുന്നത്. നമ്മുടെ നാട്ടിലെ മുനിയറ എന്ന് പറയുന്ന ഗുഹകളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ശവകുടീരമാണ് ഇത്. ഇതിനെ പറയുന്നത് നിയോലിത്തിക് ടോംബ് എന്നാണ്. യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലും, ഇംഗ്ലണ്ടിലും അയർലൻഡിലും സ്കോട്ട്ലൻഡിലും ഇതുപോലുള്ള ടോംബുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിനുള്ളിൽ കടന്ന് ഞങ്ങളുടെ ഗൈഡ് ഒരു ചങ്ങല തൂക്കിയിടുകയും അത് കറങ്ങുന്നത് കാണിച്ചു തരികയും ചെയ്തു. അദ്ദേഹം പറയുന്നത് ഇതിനുള്ളിൽ ആത്മാവുണ്ട് എന്നുള്ളതാണ്. അനവധി ഡെഡ് ബോഡികൾ ഇതിൽ അടക്കം ചെയ്തിട്ടുണ്ടത്രേ. അതിൻ്റെ എല്ലാം ആത്മാവ് ഇവിടെ ചുറ്റിക്കറങ്ങി നടക്കുന്നു എന്നാണ് അവരുടെ വിശ്വാസം. മാരിയൻ്റ് ടോംബ് എന്നും വിളിക്കുന്നു. ഞങ്ങൾക്ക് അതിനുള്ളിൽ കയറിയപ്പോൾ കുറച്ച് ഭയം തോന്നി. ഇതാണത്രേ യൂറോപ്യൻ സ്റ്റൈലിലുള്ള ഏറ്റവും പുരാതനമായ ഒരു ഗ്രഹം. ഇങ്ങനെയായിരുന്നു അത്രേ പുരാതന കാലത്ത് യൂറോപ്യൻ വീടുകളെല്ലാം. ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് പിന്നീട് ഞങ്ങൾ ചെന്നത് ആവ്ബറി എന്ന സ്ഥലത്താണ്. ആവ്ബറി സ്ഥലം ഒരു സുന്ദരമായ പ്രദേശമാണ്. ഈ പ്രദേശത്തുമുണ്ട് അനവധി പാറകൾ ഇതുപോലെ പൊന്തി നിൽക്കുന്നത്. ഇതൊരു പുരാതന കാലത്തെ ക്ഷേത്ര സമുച്ചയത്തിൻ്റെയോ ഗ്രാമപ്രദേശത്തിൻ്റെയോ ബാക്കിയാവാം. അനവധി സ്ഥലങ്ങളിൽ ഇതുപോലുള്ള കല്ലുകൾ കണ്ടു ഞങ്ങൾ. വളരെ സുന്ദരവും വിശാലവുമായിട്ടുള്ള ഒരു സ്ഥലം ആവ്ബറിയാണ് ഈ സ്ഥലം. ഏക്കർ കണക്കിന് പരന്നു കിടക്കുന്ന പുൽമേടുകളും ഇടയിലൂടെ ഇടയ്ക്കിടയ്ക്ക് പൊന്തി നിൽക്കുന്ന ശിലകളും. വളരെ ഭംഗിയുണ്ട് ഇതെല്ലാം കാണുവാൻ. ഒരു പ്രത്യേകത ശ്രദ്ധിച്ചത്, ഈ പാറകളെല്ലാം ഒരു വൃത്തരൂപത്തിലാണ് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം ഏകദേശം 5000 വർഷം പഴക്കമുള്ള പാറകളാണ് എന്നാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. ഇതൊരു ആരാധനാ സ്ഥലത്തിൻ്റെയോ ഒരു മാർക്കറ്റിൻ്റെയോ ബാക്കിയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റിയത്. വീണ്ടും ഞങ്ങൾ മുന്നോട്ട് പോയി. അവിടെയെല്ലാം ഇതുപോലുള്ള ശിലകൾ ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു. വളരെ ഉയർന്നതായിട്ടുള്ള ശിലകളും കണ്ടു. ഇപ്പോൾ ഞങ്ങൾ ആവ്ബറിയിലെത്തി. അവിടെ ഒരു പുരാതന വീടും ഞങ്ങൾ കണ്ടു. ഇതാണ് ആവ്ബറി. ഇതെല്ലാം യൂറോപ്പിൻ്റെ ഏറ്റവും പഴയകാല
ചരിത്രം വിളിച്ചോതുന്ന വീടുകളും ശിലകളും ആണ്. ഇവിടെ ഒരു പുതിയ കാലത്തെ വീടും അതിനടുത്തായി ഒരു പഴയ കാലത്തെ വീടും ഞങ്ങൾ കണ്ടു. പുല്ലുകൊണ്ടു മേഞ്ഞതാണ് ഈ പഴയ കാലത്തെ വീട്. ഇങ്ങനെ ആയിരിക്കും പഴയ കാലത്തെ യൂറോപ്യൻ മാതൃകയിലുള്ള വീടുകളെല്ലാം. ഇതിലാരോ താമസിക്കുന്നുണ്ട്. കാർപ്പൻ്റർ ഹൗസ് എന്ന് അതിന് മുന്നിൽ എഴുതി വച്ചിരിക്കുന്നു. പക്ഷേ നല്ല ഭംഗിയുണ്ട് ഇത് കാണുവാൻ. ആവ്ബറിയിൽ ഒരു ഹോട്ടൽ ഞങ്ങൾ കണ്ടു. അതിനു മുന്നിലുള്ള പൂന്തോട്ടമാണ് ഈ കാണുന്നത്. അനവധി പൂക്കളുള്ള ഈ പൂന്തോട്ടം കാണുവാൻ വളരെ ഭംഗിയുണ്ട്. പിന്നീട് ഞങ്ങളുടെ യാത്ര സ്റ്റോൺഹെഞ്ചിലേക്കാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഞങ്ങൾ സ്റ്റോൺഹെഞ്ചിലെത്തി. സ്റ്റോൺഹെഞ്ച് വളരെ വിശാലമായി പരന്നു കിടക്കുന്ന ഒരു പുൽമേടാണ്. സ്റ്റോൺഹെഞ്ച് വളരെ പ്രശസ്തമായ ഒരു ശിലാവൃത്തമാണ്. അത് ഇംഗ്ലണ്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. BC 2500-നും 2000-നും ഇടയിലാണ് ഇത് നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു. ഇതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം ഇപ്പോഴും ഒരു രഹസ്യമാണെങ്കിലും സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ചലനങ്ങളുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾക്കോ ഒരു കലണ്ടർ സംവിധാനത്തിനോ ആയിരിക്കും ഇത് ഉപയോഗിച്ചതെന്ന് കരുതപ്പെടുന്നു. ഈ സ്റ്റോൺഹെഞ്ചിൽ എത്ര കല്ലുകളുണ്ടെന്ന് കൃത്യമായി എണ്ണം പറയുവാൻ പ്രയാസമാണ്. കാരണം പല കല്ലുകളും കാലക്രമേണ നഷ്ടപ്പെടുകയോ വീണുപോവുകയോ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇപ്പോൾ നിലവിലുള്ള വലിയ കല്ലുകളുടെയും ചെറിയ കല്ലുകളുടെയും ഏകദേശം 150 എണ്ണം ഉണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. ഏകദേശം 4 മീറ്റർ വരെ ഉയരമുള്ള കല്ലുകളും ഞങ്ങൾ അവിടെ കണ്ടു. സ്റ്റോൺഹെഞ്ചിൻ്റെ നിർമ്മാണം ഇപ്പോഴും ഒരു അത്ഭുതമാണ്. കാരണം ആ കാലഘട്ടത്തിൽ ഇത്രയും വലിയ കല്ലുകൾ എങ്ങനെ കൊത്തിയും ദൂരസ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്നു നാട്ടിയും എന്ന് ഇപ്പോഴും വ്യക്തമല്ല. പണ്ടുകാലത്ത് ഇതൊരു ഗവേഷണ കേന്ദ്രമായോ നിരീക്ഷണ കേന്ദ്രമായോ പുണ്യസ്ഥലമായോ ഉപയോഗിച്ചിരിക്കാമെന്ന് കരുതുന്നു. സ്റ്റോൺഹെഞ്ചിനെക്കുറിച്ച് മറ്റൊരു രസകരമായ കാര്യം അത് ഒരു നിശ്ചിത രീതിയിൽ നിർമ്മിച്ചതാണ് എന്നുള്ളതാണ്. സൂര്യൻ്റെ ഉദയവും അസ്തമയവും ചില പ്രത്യേക ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് വേനൽക്കാലത്തും ശീതകാലത്തും കല്ലുകൾക്കിടയിലൂടെ കാണാൻ സാധിക്കും. ഇത് ജ്യോതിശാസ്ത്രപരമായ പ്രാധാന്യമുണ്ടെന്ന് കരുതപ്പെടുന്നു. ഇതാണ് അവിടുത്തെ പഴയ കാലത്തെ വീടുകൾ. നമ്മുടെ രാജ്യത്തെ ഹൈറേഞ്ചസിലും മറ്റും കാണുന്ന ഇത്തരം വീടുകൾ ഓർമ്മ വരുന്നു. ഇതെല്ലാം പുല്ലുമേഞ്ഞ വീടുകളാണ്. മുളകളും പുല്ലുകളുമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് യൂറോപ്പിലുള്ള വീടുകളെല്ലാം ഇതുപോലെ ആയിരുന്നത്രേ. സ്റ്റോൺഹെഞ്ചിൻ്റെ നിർമ്മാണത്തിന് പ്രധാനമായും 2 കല്ലുകളാണ് ഉപയോഗിച്ചിരുന്നത്. സാർസൻ കല്ലുകൾ. അവ പ്രധാനമായും വലുതും പ്രാദേശികമായി ലഭിക്കുന്നതുമാണ്. മറ്റൊന്ന് ബ്ലൂ സ്റ്റോൺ. അവ താരതമ്യേന ചെറുതും വളരെ ദൂരത്ത് നിന്നും കൊണ്ടുവരേണ്ടതുമാണ്. ഞങ്ങൾ ഈ വീടിനെല്ലാം മുന്നിലിരുന്നും ഉള്ളിൽ കടന്നും ഒരുപാട് ഫോട്ടോ എടുത്തു. ഇത് കഷ്ടിച്ച് 100 ടൺ ഭാരമുള്ള ഒരു കല്ലാണ്. ഇത് സാർസൻ കല്ലാണ് എന്നാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ പിന്നീട് നേരെ നോട്ടിംഗ്ഹാമിലേക്കാണ് പോയത്. ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. നോട്ടിംഗ്ഹാമിലെ വീഡിയോയുമായി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.